ഹലോ ഫ്രണ്ട്സ്, ബിനോളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്താ വീഡിയോ നമ്മൾ ഒരു അടിപൊളി എയർ ഡ്രോപ്പാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ നിങ്ങൾക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾ ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് 100% അല്ലെങ്കിൽ 200% റിട്ടേൺ നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ലൊരു എയർ ഡ്രോപ്പാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ ഒരു എയർ ഡ്രോപ്പിൽ നമുക്ക് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പോലെ ഫീൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളിതിൽ ചെയ്തു വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിരിക്കും. നമ്മൾ ഫുൾ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഫസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒരു പ്രാവശ്യം കാണാം, പിന്നെ നിങ്ങൾ സെക്കൻഡ് പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റെപ്സ് അതേപോലെ ഫോളോ ചെയ്ത് ഒന്നും കൂടെ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കറക്റ്റായി ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയും നമ്മൾ ഇൻഡെപ്തായി പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അത്രയും വെർത്തായിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ D1 ഡിസ്ട്രിക്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എയർ ഡ്രോപ്പാണ്. ബ്ലാസ്റ്റ് എയർ ഡ്രോപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു എയർ ഡ്രോപ്പാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് 1 ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ ബാക്കപ്പ് ചെയ്തിരിക്കുന്നത് ബൈനാൻസ് ലാബ്, KuCoin, Crypto.com, അതേപോലെ തന്നെ DWF ലാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇന്റർനാഷണൽ എക്സ്ചേഞ്ചസ് ഒക്കെയാണ് ഫസ്റ്റ് തന്നെ ഇവരെ ബാക്കപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എയർ ഡ്രോപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡിസ്ട്രിക്ട് 1 ഒഫീഷ്യൽ ആയിട്ടുള്ള ടോക്കൺസ്, നമുക്ക് നേറ്റീവ് ആയിട്ടുള്ള ടോക്കൺസ് കിട്ടും. അതുകൂടെ നമുക്ക് ബ്ലാസ്റ്റിൻ്റെ തന്നെ ടോക്കൺസ് നമുക്ക് ഇതിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഓയിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോക്കൺ, അത് ലിസ്റ്റ് ചെയ്ത ടോക്കണാണ്. നമ്മൾ ജസ്റ്റ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിനെ നിങ്ങൾക്ക് എടുത്തു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഓയിലി ടോക്കൺ. ഇപ്പോൾ കറന്റ് 0.046 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോക്കണാണ്. അപ്പോൾ ഈ ഒരു ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ടോക്കൺ കിട്ടുന്ന സമയത്ത് നമുക്ക് ഓൺ ദ സ്പോട്ട് തന്നെ നമുക്ക് വിഡ്രോ ചെയ്ത് ഒരു പ്രോഫിറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് നേരെ ഇവരെ ട്വിറ്റർ പേജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഡിസ്ട്രിക്ട് 1 ട്വിറ്റർ പേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 63.7K ഫോളോവേഴ്സേ ആയിട്ടുള്ളൂ. കാരണം ഇത് കുറേ പേര് ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു എമൗണ്ട് നമുക്ക് ഫീസ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. എത്തീരിയത്തിൻ്റെ അണ്ടറിലുള്ള ഫീ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ എത്തീരിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫീ ആയിട്ട് തന്നെ കുറച്ച് വരും. ഏകദേശം ഞാൻ കറക്റ്റ് എമൗണ്ട് പറഞ്ഞുതരാം. 0.05 എത്തീരിയം നമുക്ക് വേണ്ടത്. അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് $20, $19.5, $20 ആ റേഞ്ചിൽ വരുന്നുണ്ട്. കാരണം ഇത് നല്ല രീതിക്ക് പമ്പായി. പക്ഷെ നിങ്ങൾ മുന്നേ വാങ്ങിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബൈ എമൗണ്ടിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് $10 ചിലപ്പോൾ വെറുതെ വരുള്ളൂ. ഈ ഒരു സമയത്ത് ഇതിൽ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തായാലും ഒരു 0.18 കിട്ടാനുള്ള ഒരു ചാൻസ്, അതുവരെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ടോക്കൺസ് ഇവർ തന്നെ നേറ്റീവ് ആയിട്ടുള്ള ടോക്കൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് തരിക. ഇതിൻ്റെ ഫുള്ള് പ്രൊസീജിയേഴ്സ് ഇവർ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ മെറ്റാമാസ്ക് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തു. ഇവിടെ ഞാൻ ഏകദേശം $29.8 ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ചെറിയൊരു ട്രാൻസാക്ഷൻ ഫീ നമുക്ക് ഇവിടെയും വരും. അപ്പോൾ ഇത്രയൊന്നും കൊണ്ടുവരാൻ നിങ്ങൾ $25 കൊണ്ടുവന്നാൽ തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാനിവിടെ ലിനിയ നെറ്റ്വർക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് നല്ല രീതിക്ക് ഫീ കുറവാണ്. നമുക്ക് ബ്രിഡ്ജ് ചെയ്യുന്ന സമയത്ത് അതിലും ട്രാൻസാക്ഷൻ ഫീ ഒന്നില്ലെങ്കിൽ ലെസ് ട്രാൻസാക്ഷൻ ഫീ അല്ലെങ്കിൽ നോ ട്രാൻസാക്ഷൻ ഫീ നമുക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതിൽ കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബൈനാൻസ് നമുക്ക് ലിനിയ നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് TRX നമ്മുടെ OKX എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി അവിടുന്ന് TRX വാങ്ങിച്ചു. അവിടെ നമ്മൾ ഈ ഒരു ലിനിയ നെറ്റ്വർക്കിൻ്റെ നമ്മൾ നേരെ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്തത്. എനിക്ക് $0.7 മാത്രമേ ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് വന്നുള്ളൂ. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ലിനിയ നെറ്റ്വർക്കിൽ നമുക്ക് നല്ല രീതിക്ക് ഫീസ് കുറവാണ്. എത്തീരിയം ആണെങ്കിലും വേറെ ഏതാണെന്നുണ്ടെങ്കിലും. അപ്പോൾ നിങ്ങൾ ഇതേ ഫോർമാറ്റിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. ചെയ്ത ശേഷം നമ്മൾ നേരെ ഈ ഒരു rhino.fi എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റിലോട്ടേക്ക് വരിക. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേറെയും കുറേ സൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഈ ഒരു സൈറ്റാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ലിനിയയുടെ അണ്ടറിലുള്ള ഇത്തിനെ നമ്മൾ നേരെ ബ്ലാസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 0. ഫസ്റ്റ് നമ്മൾ മാക്സ് കൊടുക്കണം. അപ്പോൾ മാക്സ് നമുക്ക് $29 വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആവശ്യമില്ല. ഞാനൊരു 6 ടോക്കൺസ് 0.006 ഏകദേശം $23 ഉള്ള എത്തീരിയത്തിനെ ഞാനിപ്പോൾ ബ്ലാസ്റ്റ് ആക്കി നേരെ ബ്രിഡ്ജ് ചെയ്യാണ്. അപ്പോൾ നേരെ ബ്രിഡ്ജ് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ബ്രിഡ്ജിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രൊസീജിയർ പോലെ ഫീൽ ചെയ്യാം. പക്ഷേ ഈസി ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ കൺഫർമേഷൻ ചോദിച്ചിട്ട് കൺഫേം കൊടുക്കുകയാണ്. അപ്പോൾ അത് കൺഫേം ആവും. അപ്പോൾ നമ്മൾ ബ്ലാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലാസ്റ്റ് നമ്മൾ നേരെ നമ്മുടെ മെറ്റാമാസ്കിലോട്ടേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ ലിസ്റ്റിലാണ് പോവുക. നമ്മുടെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം നമ്മൾ ചെയിൻ ലിസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെയിൻ ലിസ്റ്റ് ഏതെങ്കിലും ടോക്കൺസ്, എല്ലാ ടോക്കൺസ് നമുക്ക് ഈ ഒരു ചെയിൻ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ കണക്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റാമാസ്കിൽ അത് കണക്ട് ആയിക്കോളും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയിൻ ലിസ്റ്റ് വന്ന് നമ്മുടെ വാലറ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ വാലറ്റ് കണക്ട് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ നേരെ ബ്ലാസ്റ്റ് എൻ്റർ ചെയ്യുക. കാരണം ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജ് ചെയ്തിരിക്കുന്ന നമ്മുടെ ബ്ലാസ്റ്റ് ടോക്കൺ ആണ്. അപ്പോൾ ഇവിടെ ബ്ലാസ്റ്റ് ഉണ്ട്. കാരണം കുറേ പേര് ഇപ്പം തന്നെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അത് വരും. ആഡ് ടു മെറ്റാമാസ്ക് കൊടുക്കുക, അപ്രൂവ് കൊടുക്കുക, സ്വിച്ച് നെറ്റ്വർക്ക്. നമ്മൾ നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മുടെ മെറ്റാമാസ്കിൽ കയറി നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. നമ്മുടെ ലിനിയ നെറ്റ്വർക്കിൻ്റെ അണ്ടറിൽ $22 നമുക്ക് $21 ഉണ്ടായിരുന്നു. ഞാൻ $23 സ്വാപ്പ് ചെയ്തത്. $1 ഫീ ആയി അവരെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് $22 വർത്തായിട്ടുള്ള എത്തീരിയം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് 0.005 എത്തീരിയമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു അനുസരിച്ച് നമ്മളിപ്പോൾ
ചെയ്ത ആ ഒരു ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് $25 കൊണ്ടുവന്നാലും നിങ്ങൾക്ക് ഒരു ഇഷ്യൂസും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊസീജിയറും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഇങ്ങനത്തെ ഒരു പേജിലോട്ടേക്കും വരിക. ഇവിടെ നമുക്ക് ഈ ഒരു റെഫറൽ കോഡ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കേണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽ ആവുന്നതാണ്. കാരണം നമുക്കിവിടെ ഒരു റെഫർ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫോർവേഡ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നേരെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോ ഫിൽ ആയിക്കോളും. അതിനുശേഷം നമ്മൾ നേരെ കണക്ട് വാലറ്റ് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ കണക്ട് വാലറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വാലറ്റ് കണക്ട് ആയിട്ട് ഈ ഒരു പേജിലോട്ടേക്കും വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ. ഇനിയിപ്പോൾ നമുക്ക് നേരെ സെക്കൻഡ് പ്രൊസീജിയറിലോട്ടേക്ക് വരാം. സൈൻ കൊടുക്കാൻ ജസ്റ്റ് സൈനിങ് കൊടുക്കുക. അപ്പോൾ നമ്മൾ മെറ്റാമാസ്കിൻ്റെ ഒന്നുകൂടെ സൈൻ അപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ജസ്റ്റ് സൈൻ കൊടുക്കുക. നമ്മൾ അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്വിറ്ററിൽ കണക്ട് ചെയ്യുക, അതായത് ഇപ്പോൾ എക്സിൽ കണക്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് കണക്ട് എക്സ് കൊടുക്കുക. നേരെ എക്സ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഓത്തറൈസ് ആപ്പ് ഓക്കെ, അത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഫോളോ @district1. അപ്പോൾ നമ്മൾ ഇവരുടെ ട്വിറ്റർ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഫോളോ കൊടുക്കുക. ഫോളോ കൊടുത്ത് ബാക്കിൽ പോയിട്ട് റിഫ്രഷ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇനിയാണ് നമുക്ക് ഈ ഒരു ലിങ്ക് അപ്പ് വിത്ത് 0.005 എത്തീരിയത്തിന് നമ്മൾ ലിങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ലിങ്ക് അപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അപ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ജസ്റ്റ് കൺഫേം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്ക് അപ്പം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ മെറ്റാമാസ്കിൽ പോയിട്ട് ജസ്റ്റ് നമുക്ക് ബാലൻസ് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് 1.91 ബാലൻസും ഉണ്ട്. ഫീ വളരെ കുറവ് മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യാം. നമുക്ക് നോക്കാം എത്ര ടോക്കൺസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് 500 ടോക്കൺസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ടോക്കൺസിനെ എങ്ങനെ നമുക്ക് ബൂസ്റ്റ് അപ്പ് ചെയ്യാന്നുള്ളൊരു മെത്തേഡ് കൊണ്ട് നമ്മൾ കാണിച്ചു തരാം. നമുക്ക് 50% എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഈ ഒരു സംഭവം നേരെ പോസ്റ്റ് ഓൺ എക്സ് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് എക്സ്ട്രാ ഒരു റിവാർഡും തരും. ഓക്കെ, അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബാക്കിലോട്ടേക്ക് വരാം. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം 750 ഒരു 50% കൂടെ എക്സ്ട്രാ ഇവിടെ നമുക്ക് ആഡ് ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ 750 ടോക്കൺസ് ഇവിടെ ക്ലെയിം ആയി. ഇനിയിപ്പോൾ നമുക്ക് ഡെയിലി ലോഗിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിൽ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വെറും 4 ദിവസം 5 ദിവസം കൂടെയുള്ള ഈ ഒരു എയർ ഡ്രോപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്നോ അത്രയും പെട്ടെന്ന് ഇത് ചെയ്യുക. ഡെയിലി ഇതിൽ കയറിയിട്ട് ഒരു 500 ടോക്കൺസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങളൊന്ന് ക്ലെയിം ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ടോക്കൺസ് കണ്ട പോലെ തന്നെ 750 ടോക്കൺസ് നമുക്ക് ബാക്കിയുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഈ ഒരു ലൈവ് സെക്ഷനിലോട്ടേക്ക് വരാം. ലൈവ് സെക്ഷനിൽ വന്നിട്ട് നേരെ ഓരോ കമൻസും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ടോക്കൺസ് കൂടി വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ 2 ലൈക്ക് കൊടുത്തു. എനിക്ക് 200 ജംസ് കിട്ടി. കാരണം ഒരു ലൈക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 100 ജംസ് ആയിരിക്കും കിട്ടുക. ജസ്റ്റ് ലൈക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഡെയിലി നമുക്ക് ഇവിടെ കാണുമ്പോൾ 2/5 ആണ്. ഇപ്പോൾ 3 നമ്മൾ 100 ചെയ്തപ്പോൾ പിന്നെയും 100 ഇൻക്രീസ് ആയി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 5 പ്രാവശ്യം ലൈക്ക് ചെയ്ത് നമുക്ക് 500 കോയിൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓരോ കമൻറ്റ് ചെയ്യാം. ആ ഒരു കമൻറ്റിൽ നിങ്ങൾക്കും ഒരു ലൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 200 ടോക്കൺസ് എക്സ്ട്രാ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഇതിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് നമുക്ക് സ്റ്റേക്കിംഗ് ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇവർ തന്നെ നേറ്റീവ് ടോക്കൺ സ്റ്റേക്ക് ചെയ്യണം. അത് നമ്മൾ കുറച്ചും കൂടെ കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉള്ളവർക്കാണ് കുറച്ചും കൂടെ കമൻറ്റ് ചെയ്തിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേക്ക് ചെയ്യാം. നേരെ റിവാർഡ്സ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത് 1250 ടോക്കൺസ് ആണ്. അതായത് നമുക്ക് 750 ഫസ്റ്റ് തന്നെ കിട്ടി. പിന്നെ നമ്മൾ 500 ക്ലെയിം ചെയ്തിട്ട് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് നാളെയും വന്നിട്ട് ഇതേപോലെ 500 ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ സെറ്റ് നമുക്ക് 4 ഡേയും 19 അവേഴ്സും കൂടെ ഉള്ളത്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ മാക്സിമം വന്നിട്ട് ഇത് ക്ലെയിം ചെയ്യുക. നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി നോക്കുക. ഡെയിലി ലോഗിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രൊസീജിയർ. പിന്നെ നിങ്ങൾക്ക് വേറെ മൈ സ്പേസും അതേപോലെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്താലും നിങ്ങൾ 1-2 പ്രാവശ്യം കാണുക. എന്തായാലും ട്രൈ ചെയ്യുക. കാരണം അത്രയും പ്രോഫിറ്റും നമുക്ക് റിട്ടേൺസും തരാൻ പറ്റുന്ന ഒരു എയർ ഡ്രോപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇത്രയും സ്ട്രെസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നമ്മുടെ ഈ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. നമുക്ക് ലഞ്ചെല്ലാം ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്രയേ ഉള്ളൂ. ഗുഡ് ബൈ.